ഇപ്പോൾ ഉള്ളത് കുട്ടമ്പുഴയാണ്. കുട്ടമ്പുഴയുടെ വെയിറ്റിംഗ് ഷെഡിന്റെ അവിടെയാണ് നമ്മൾ വണ്ടി ഇപ്പോൾ വെച്ചത്. എന്ത് തണുത്ത വെള്ളമാണോ? അവിടെ എല്ലാം നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് പയ്യെ വരും. പണ്ട് പായസം വെച്ച് മഴ കഴിച്ചു എന്ന് പറഞ്ഞൊരു വിശ്വാസം ഉണ്ടല്ലോ. അത് തോന്നുന്നു പോകേണ്ട ഭാഗം. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫുൾ എസ്കോർട്ടുമായി പോയി. വായു കലറിങ്ങിൽ അവിടെ തരഞ്ഞോണ്ടിരിക്കുകയല്ലോ. എന്താ മോനെ പരിപാടി? So hello guys, welcome back to another brand new episode of Let's Travel powered by Dravidas Originals. So എന്നത്തെ പോലെ തന്നെ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പുറപ്പെടാൻ പോവുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ താല്പര്യമില്ല, ഞാൻ പിന്നെ പറയാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ അതിനെ പറ്റി ഇപ്പൊ തരുന്നതായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 പേരും as usual ആയിട്ട് ഇറങ്ങി തിരിച്ചേക്കുവാണ്. പക്ഷേ ഇന്നും നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടം മീറ്റ് ചെയ്ത പോലത്തെ ഒരു ഗസ്റ്റിനെ അല്ല ഈ പട്ടം നമുക്ക് കിട്ടിയേക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഷീ ഈസ് വെരി വെരി ഓവർലി ടാലന്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മറ്റൊരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം ഇറങ്ങിയപ്പോഴുള്ള മഴ നിങ്ങൾ കണ്ടതാണല്ലോ. ഫുള്ള് മഴയായിട്ട് എൻ്റെ ഔട്ട്ഫിറ്റ് മൊത്തം പോയായിരുന്നു. ബട്ട് ഈ വട്ടം നോക്കുക, ഈ ഫ്ലവറിനെ പോലെ തന്നെ വിഴിഞ്ഞു നിൽക്കുവാണ് ഇന്നത്തെ മേഘം. ഇന്ന് ബ്ലൂ സ്കൈ വിത്ത് സ്കാറ്റേർഡ് ക്ലൗഡ്സ്. നല്ലൊരു വൈബായിട്ടുണ്ട് ഇന്നത്തെ ദിവസം. നല്ല വെയിലും എന്ന് മാറും എന്നറിയില്ല. ബട്ട് സായു പറയുന്നത് രാവിലെ ഭയങ്കര മഴയായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ ഉണ്ടായ വിഷമം ഉണ്ടല്ലോ. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, അപ്പൊ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഇപ്പൊ അങ്ങ് വെയിലായിട്ടില്ല, ഒന്നും നടന്നില്ല. ബട്ട് എന്നത്തെയും പോലെ തന്നെ ഇന്ന് പക്ഷെ എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ്ലി നിങ്ങളെ കാണിക്കാൻ തന്നെ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ വട്ടൊക്കെ വിഷമമായിരുന്നു, ഒന്നും കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ മീറ്റ് ചെയ്യാം. ഹി ഈസ് ഹിയർ വിത്ത് us. സോ ഗസ്റ്റിന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ പേര് തന്നെയാണ് ഗസ്റ്റിനും. അപ്പൊ എന്റെ സംശയം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ആ ഗസ്റ്റിനെ വിളിക്കുമ്പം ഇവൻ വലിഞ്ഞു കയറി വരാതിരുന്നാൽ മതി എന്നുള്ള മാത്രം റിക്വസ്റ്റ് എനിക്ക് അവനോട് കൊടുക്കാണ്ട്. ബട്ട് നമുക്ക് ആദ്യം ഗസ്റ്റിനെ പോയി കണ്ടിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഹാവൻ ഗൈസ്, നമ്മുടെ ആ ഗസ്റ്റില്ലേ, പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരി മെയിൻലി ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ പോയി ഇരിക്കാറുണ്ട്. നമ്മളുടെ കൂടെ വന്നതാണെന്ന് പറഞ്ഞാലും കാണുന്നില്ല, ഒന്ന് തപ്പി ഇറങ്ങിയേക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ സ്പോട്ട് ചെയ്തത്. നമുക്ക് എന്തായാലും പോയി ചോദിക്കാം എന്താ അവിടെ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ആദിത്യ കണ്ടില്ലേ? ഇനി ഇതാണ് നമ്മളുടെ പ്രശ്നം. നമ്മുടെ ഗസ്റ്റിന്റെ നെയിം മറ്റൊന്നുമല്ല, ആദിത്യ. സോ നമ്മൾ വിചാരിച്ചു ആദിത്യയുടെ ഫുൾ നെയിം ആദിത്യ SB എന്നാണ്. SB എന്ന് വിളിക്കാന്ന് വെച്ചു. SB എന്ന് വിളിക്കാന്ന് വെച്ചു. SB എന്ന് വിളിക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരെ തിരിഞ്ഞു നോക്കും. ആദിത്യ എന്ന് വിളിക്കുമ്പോൾ അവനും തിരിഞ്ഞു നോക്കട്ടെ എന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാണ് അവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു. എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പോകെ നമ്മൾ കഴിവുകൾ പുറപ്പെടുവിപ്പിക്കാനുള്ള സാമഗ്രികളെല്ലാമായിട്ടാണ് ഗസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരി ബേസിക്കലി ഷീ ഈസ് എൻ ആർട്ടിസ്റ്റ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആർട്ടിസ്റ്റ് അല്ല, ഷീ ഈസ് വെരി ടാലന്റഡ്. ഞാൻ കുറേയൊക്കെ വർക്ക്സ് പുള്ളിക്കാരി കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ഐഡിയിലൊക്കെ ഇഷ്ടം പോലെ ഡ്രോയിങ്സ് പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് പറ്റുവാണെങ്കിൽ നമ്മളിപ്പം പോകാൻ പോകുന്ന സ്ഥലം കുറേ നമ്മൾ എന്താ പറയുക എസ്തെറ്റിക്സ് ആയിട്ടുള്ള സ്പോട്ടുകളിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഗസ്റ്റിനെ കൊണ്ട് കുറേയൊക്കെ നമുക്ക് വരച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഐ നോ, ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് നിങ്ങളെല്ലാം ഇംപ്രസ്ഡ് ആവുമായിരിക്കും. സോ ഹായ് ഗായ്സ്, മൈസെൽഫ് ആദിത്യ. അക്ഷയ എന്നെ പറ്റി അടിച്ച പോലെ ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ദിസ് ഹോൾ ട്രിപ്പ്. എൻ്റെ കൂടെ സായു ഉണ്ട്, ആദിത്യ ഉണ്ട്, ആൻഡ് ദെൻ
നമ്മുടെ അക്ഷയ ഉണ്ട്. ഇവിടെ ഒരു ഫൈറ്റിന്റെ ഒരു സീൻ ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് ആദ്യത്തെ ക്ലാഷ് മിക്കവാറും ഞാൻ വെള്ളത്തിൽ തള്ളിയിടും. ആൻഡ് ദെൻ വീക്കെൻഡ് ആയപ്പം സായി വാസ് കോൾ മീ ആൻഡ് ആസ്ക്ഡ് എന്താ പരിപാടി. അപ്പോൾ ഞാൻ ഇല്ലാത്ത പരിപാടിയൊക്കെ ഒഴിവാക്കി ഐ കെയിം ഫോർ ദിസ് ട്രിപ്പ്. ഐ എം സോ ഹാപ്പി. ഐ ഫീൽ സോ ഗുഡ് ഓൾറെഡി. നമ്മളൊരു അടിപൊളി സ്പോട്ട് കണ്ടുപിടിച്ചു. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഗൈസ്, ആദിത്യക്ക് നല്ല വിഷമമായിട്ടുണ്ട്. നമ്മൾ ഈ ആദിത്യ വിളിച്ചിട്ട് പ്രൊമോഷൻ എല്ലാം കൊടുക്കുന്ന പോലത്തെ കൊടുത്തിട്ട് ആദിത്യക്ക് ഭയങ്കര വിഷമമായിട്ടാണ്. നിരാശ കാമുകനെ പോലെ എന്തൊക്കെയോ തപ്പിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. പാവം എന്താ പോയിട്ടുണ്ട് വെള്ളത്തിൽ. നമ്മൾ പറഞ്ഞു പെണങ്ങണ്ട, നമ്മൾ SBന്ന് വിളിക്കാം, നീ വിഷമിക്കണ്ട, നിന്റെ ഇത് മാറത്തൊന്നുമില്ല, ഞാനാണ് പോവും. അത് SB നാളെ പോകുന്നൊക്കെ അത്യ വിഷമിക്കാറാ. ഇപ്പോഴും ശരിയാക്കാനല്ല, പോട്ടെ, സാരമില്ല, നമുക്കിപ്പോ മനുഷ്യരല്ലേ, ഇങ്ങനൊക്കെ വരും. ഗൈസ്, നമ്മൾ വരുന്ന വഴിക്ക് നല്ല വെയിലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് വീണ്ടും ദോശ കഴിയാൻ തോന്നി, ക്രിസ്പി ദോശ. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കയറി നമ്മൾ നല്ല ക്രിസ്പി ദോശ ഇട്ടിരിക്കണം. പക്ഷെ SBക്ക് വന്നിട്ട് ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. SBക്ക് വിശപ്പില്ല. ഞാൻ ഡയറ്റിൽ അത് വിചാരിക്കാം, പക്ഷെ വയറ് സേവ് ചെയ്തോണ്ടിരിക്കുക. അതെ, ഒന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ടെന്നൊക്കെ എന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് റോസ് മിൽക്ക് ഉണ്ടോ രാവിലെ. അവര് പറഞ്ഞു ഇല്ല മോളെ, എന്നെ ചലിച്ചു. അതെ, പിന്നെ SBക്ക് വടയൊക്കെ മേടിച്ചു SBക്ക്. പക്ഷെ ഞാൻ ക്രിസ്പി ദോശ പ്ലസ് വടയൊക്കെ ഉണ്ട്. ഞാൻ പരിപാടി തുടങ്ങാനായിട്ട് പോവാം. അതെന്റെ വടയാ. അത് ഇതെനിക്കൊരു വെല്ലുവിളിയാവുക. പക്ഷെ ആദ്യത്തെ അസ്യൂഷ്വൽ തന്നെ സിമ്മ് കഴിഞ്ഞു, ഫുള്ളി കംപ്ലീറ്റ് ആക്കി. ആദ്യത്തെ കംപ്ലീറ്റ് ചെയ്തു. അത് ഇത് സ്ഥിരം ഒരു രീതിയാക്കിക്കൊണ്ടിരിക്കുക. ദോശ കഴിക്കൽ എന്റെ ഹോബിയാവുന്നു. ദോശ കഴിക്കുന്ന നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പുളി ദോശ ചെയ്യും. സായും പിന്നെ 2 മണിയായിട്ട് എപ്പോഴും പോകുന്നിടത്ത് ഇങ്ങനെ തന്നെ ചെയ്യാറ്. അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അത് പകുതിക്ക് വെച്ചിട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നിർത്തും. എന്നാലും നമുക്ക് ദോശയൊക്കെ കഴിച്ചിട്ട് വെള്ളോട്ടിറങ്ങി നമ്മൾ പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിക്കാം. അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഏതാ സ്ഥലം. നമ്മൾ ഇപ്പോൾ ഉള്ളത് കുട്ടമ്പുഴയാണ്. കുട്ടമ്പുഴയുടെ വെയിറ്റിംഗ് ഷെഡിന്റെ അവിടെയാണ് നമ്മൾ വണ്ടി ഇപ്പോൾ വെച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാത്ത കാര്യം, ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെ ഇവിടെ ഒന്നും കടയൊന്നും ഇല്ല. ഭയങ്കര രസമുണ്ട്. ഭയങ്കര എന്താ പറയാ, ഒരു പ്രകൃതി രമണിയാണ്. രമണിയുണ്ട്, ഓക്സിജൻ ഉണ്ട്. അല്ല, ശരിക്കും പറയാമെങ്കിൽ രസമുണ്ട്. നമ്മൾ കൊച്ചിയിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഒന്നും മരം കാണാനില്ല. ഇവിടെ ഫുൾ ഓഫ് മരങ്ങൾസാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. കണ്ടോ? അത് നോക്കുന്ന നമ്മളുടെ കൂട്ടത്തിൽ അതിന് പെർഫെക്ഷൻ ഏറ്റവും കൂടുതൽ നാട്ട് നോക്കി റൂട്ട് കണ്ടുപിടിക്കാൻ അറിയാവുന്ന ഒരേ ഒരാള് അത് ആദിത്യയാണ്. ആദിത്യ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് നമ്മൾ പോകും. അതങ്ങനെ അതിന്റെ രീതി, വേറെ രീതിയൊന്നും കിട്ടും. അല്ല ആദിത്യ, ആദിത്യക്ക് സായു അങ്ങനെ തന്നെ ചെയ്യുന്നത്. സായുവിനും അറിയത്തില്ല, കഴിവില്ലാത്തൊരു കുഞ്ഞപ്പാവ. ഞാനാണ് ഇന്ന് കഴിച്ചതിന്റെ കുഴപ്പമെന്ന് തോന്നുന്നു. ഞാനാണ് ഡോറയുടെ പ്രയാണമല്ല. Let's go watch the rain. Let's go together beyond the falling nights, beneath the holy sky. We kept on moving, showed no signs of slowing down. We kept on moving, showed no signs of slowing down. നമ്മളിപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർഫോളിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പോകുന്ന വഴി ഞാൻ കണ്ടിട്ടില്ല. റോഡൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള റോഡാണ്. നമുക്ക് അത്ര വലിയ കംഫർട്ടബിൾ റോഡൊന്നും അല്ല. ബട്ട് സ്റ്റിൽ നമ്മളിങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു വാട്ടർഫോൾ കണ്ടു. വലിയ വാട്ടർഫോളൊന്നും അല്ല, നോർമൽ വാട്ടർഫോളാണ്. നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ തോന്നില്ല. സോ ബ്യൂട്ടിഫുൾ. ഇപ്പം നമ്മൾ ടോപ്പിലാണ് നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ വന്ന് നമുക്ക് കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം. പോകുന്ന വഴിക്ക് ഫസ്റ്റ് കാണുന്ന വാട്ടർഫോൾ ഇതാ ഞാൻ നോക്കിയിട്ടില്ലേ സായു. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് കുറെ ബട്ടർഫ്ലൈസിനെ കണ്ടു. കുറെ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട്, നല്ല ബ്ലൂ ബട്ടർഫ്ലൈ കണ്ടു. അപ്പൊ ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതെ, SB മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഇവർക്ക് ആനയൊക്കെ ഉണ്ടതാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ആന വന്നാൽ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഓട്ടുമല്ലോ.
വരുന്ന വഴിക്ക് നമുക്ക് നന്നായിട്ട് ക്ഷീണം തോന്നി. കൊക്കും മേടിച്ചിട്ട് ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മുടെ ലിബി പറഞ്ഞു നമുക്ക് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കാം. പക്ഷെ ഇങ്ങനെ അടിച്ചാൽ എൻ്റെ കയ്യിൽ എല്ലാം പൊട്ടി നല്ലത് വ്യത്യാസമില്ല. സോ നമ്മൾ ഇവിടുത്തെ ചേട്ടനോട് തന്നെ പറഞ്ഞ് പൊട്ടിച്ചിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ സത്യം അറിയാൻ പോകുന്നത് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഓൾറെഡി അറിയാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നതായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കും. അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ടേസ്റ്റ്. അത്തിപ്പഴത്തിന്റെ ഇതുപോലെ ഉണ്ടല്ലോ ഇതിനെടുത്ത് ഒരെണ്ണം എടുത്ത് കഴിയാം. അത്തിപ്പഴം കഴിക്കുന്ന പോലുണ്ട്. ഓ അയ്യോ പൃഥ്വിയെ സൂക്ഷിച്ചത് പട്ടിതാക്കി വെക്കാം. ഇതിനകത്ത് വയലറ്റാട്ടോ. വൈലറ്റിന് ഉണ്ടാ വൈലറ്റ് ചോക്ലേറ്റ് ഉണ്ടാവും. ശരിക്കും ചോക്ലേറ്റ് ആക്ച്വലി വയലറ്റ് കളറാ. നമുക്ക് തോന്നുന്ന അത് റോസ്റ്റ് ചെയ്യുമ്പോഴത് ബ്രൗൺ അതെ. ചോക്ലേറ്റ് ഇതേപോലെ അരച്ചാൽ കുറച്ച് കളറാ. ഒരു മണ്ടനാക്കുവാണോ എന്ന് എനിക്കറിയില്ല. ചോക്ലേറ്റ് പർപ്പിളാ ബേസിക്കലി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാന്. അപ്പോൾ ഇപ്പൊ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാകുന്ന ഇതിന്റെ ഇത് വൈറ്റാണ്. ഈ പുറത്തത്തെ സമ്മാനം ഉണ്ടാക്കുമ്പോഴാണ് വൈറ്റ്. ശരി അത് ശരിക്കും പറഞ്ഞാട്ടോ. കള്ളന്മാര് കള്ളം പറഞ്ഞതിനെ പറ്റിക്കുന്നു. എന്റെ നാട്ടിൽ വരട്ടെ അപ്പൊ ശരി തരാം. ബോട്ട് കയറ്റി കൊല്ലുന്നത് നിങ്ങൾ ഹൗസ് ബോട്ടിൽ കയറ്റുന്നു തള്ളിയിടുന്നു. മറ്റേ ചെറുതെല്ലാം വേണോ? കുരുവെല്ലാം എനിക്ക് വേണം. ഞാൻ ചോക്ലേറ്റ് പരീക്ഷിക്കാൻ പോകും. വീട്ടിൽ ചെന്നിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു, വീട് കത്തിക്കുന്നു. മലയൊക്കെ നോക്ക് നിങ്ങള്. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടം സ്കൂളിൽ വന്നു. ബട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. നമ്മൾ പുറമേ നിന്നുള്ള വ്യൂ മാത്രമേ നമുക്കിപ്പോൾ അലൗഡ് ഉള്ളൂ. സോ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ടൈമിൽ നമ്മളുടെ അടുത്തൊരു ഓഫീസർ വന്നിട്ട് പറഞ്ഞു ലൈക്ക് നമുക്ക് അകത്ത് കയറി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. സോ ഇതൊരു ക്ഷണിക്കപ്പെട്ട ആൾക്കാർ മാത്രം വന്ന് പോകുന്നൊരു ഇവന്റ് നടക്കുന്നുണ്ട്. അവിടെ ഇൻവൈറ്റഡ് പീപ്പിൾസ് മാത്രമേ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പറ്റത്തില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യാമെന്ന് അറിയാമോ? നമ്മൾ ജീപ്പ് സഫാരിക്ക് പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ബാറ്ററി ലോ ആറ്. പിന്നെ നമ്മളിവിടെ ചാർജ് ചെയ്യാനൊക്കെ ഇട്ടു. നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിവിടുത്തെ ചേട്ടനോട് ചോദിച്ചു നമുക്കിങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകണം. അങ്ങനെ മുനിപ്പാറ അങ്ങനെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. മുനിയറ അതൊക്കെ. അപ്പോൾ നമുക്കത് ബൈക്കിന് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ഓഫ് മലയല്ലേ, കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് പോകാൻ പറ്റില്ല. ജീപ്പ് സഫാരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ തന്നെ ചേട്ടൻ നമുക്കൊരു ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീപ്പ് 1000 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ വരിക, ഫുഡ് കഴിക്കുക. ഇവിടെ നിന്ന് ജീപ്പിൽ നമ്മൾ ഒരു ജീപ്പ് എടുക്കുന്നു, 1000 കൊടുക്കുന്നു. നമ്മൾ എല്ലാ സ്ഥലവും ചുറ്റിയിട്ട് ചേട്ടൻ നമ്മളെ ഇവിടെ കൊണ്ട് തിരിച്ചെത്തിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഡോർ അടഞ്ഞിട്ടുണ്ടോ? അടഞ്ഞു. ഇതുവഴി ബൈക്കിന് വഴിയാണ് അതിട്ട് ഇരുന്നിരുന്നത്. ഇതൊരു ബൈക്കിന് വന്നിട്ട് നമ്മൾ എത്തത്തില്ല അവിടെ വരെ. എന്താ പറയാ, ഇവിടെ ഫുൾ ഡാർക്ക് മോഡാണ്. റൂട്ടൊക്കെ കണ്ടില്ല നമ്മൾ പോകുന്ന റൂട്ട്. ഇവിടെ ബൈക്കിൽ വന്നായിരുന്നെങ്കിൽ ചെറിയ ഓഫ് റോഡ് ആയിട്ട് ആദ്യത്തെ ഫ്രണ്ടിലിരുന്ന് പിടിച്ചിട്ട് ഇരിക്കുക. അതെ, ഞങ്ങളുടെ കൈ ആദ്യത്തെ വിചാരിക്കുന്നു ഏത് നേരത്താണ് ഇവിടുത്തെ വഴി കാണിച്ചു തരണം എന്നുണ്ട് എനിക്ക്. എന്ത് ഇവിടെ ഒട്ടും സ്റ്റെബിലിറ്റി പ്രതീക്ഷിക്കരുത്. ആദ്യത്തെ ഫ്രണ്ടില് ഒന്നാമത് 5 കൈയൊക്കെ വെച്ചാ പിടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ക്യാമറയും കൂടെ ആദ്യത്തെ കൊടുത്തിട്ടുണ്ട്. പുള്ളി വേറെ എന്തൊക്കെയോ ആദിത്യ, നമ്മൾക്ക് എന്താ നമ്മുടെ ഈ റൈഡിനെ പറ്റി ആദിത്യക്ക് എന്താ പറയാനുള്ളത്?
എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നല്ലേ? ഒഴിപ്പാറ ഒരു 10,000 അടി പൊക്കത്തിലേക്കാണ്. പക്ക ഓഫ് റോഡാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡ്. അവിടെ ഞങ്ങൾ 2.5 മണിക്കൂറാണ് കൊടുക്കുന്നത്. ആ ഒരു ഓഫ് റോഡ് മാത്രം പോയി വരാനുള്ള ടൈം. ഞങ്ങൾക്ക് ആരും ഒരു 3/4 മണിക്കൂർ കൊണ്ട് പോയി വരാം. പക്ഷേ ഞങ്ങൾ ടൈം കൊടുക്കും. ഗസ്റ്റുകൾക്ക് അത്യാവശ്യം ഫോട്ടോസും കാണാനും 2-3 വ്യൂ പോയിൻ്റ് ഉണ്ട്. 3 വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ എല്ലാം നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് പയ്യെ വരുള്ളൂ. ഗസ്റ്റിന് സാവകാശം സമയമൊക്കെ കൊടുത്ത് വരുള്ളൂ. മുനിപ്പാറയുടെ കഥ മുനിമാർ തപസ് ചെയ്ത സ്ഥലമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു 10,000-2000 വർഷം മുമ്പ് മുനിമാർ തപസ് ചെയ്തതാണെന്ന്. മുനി അറയാണ്. 3 മുനി അറയായിട്ടാണ്. അവിടെ ആദിവാസികൾ എല്ലാ 1-ാം തീയതി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ പോകുന്നു മീനെ കാണാം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഷ്ടപ്പാടുകൾക്ക് ശേഷം എത്താൻ പോകും. ഇത് കുഞ്ഞൊരു അരുവി. മൊത്തം കോരായിരിക്കും മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത്. ഏതാ ആ തെന്നലൊക്കെ ഉണ്ടാവും. ഞാൻ എല്ലാ സമയത്തും വണ്ടി വരും. ആ ഓഫ് സീസൺ ആണോ? ഓഫ് സീസണല്ല, സീസണാപ്പേ. ഇതാണോ പാറ? ഇതാ ഇതാണോ മുനിപ്പാറ? മുനിപ്പാറ അവിടെ 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 ജീപ്പ് ആൾക്കാരെ ജ്യൂസർ മിക്സറിനകത്തിട്ടിട്ട് ഇറങ്ങിയൊരവസ്ഥ എനിക്ക് പോയി. അതെ, എങ്ങനെയുണ്ട് മുനിപ്പാറ? മുനിപ്പറ കൊള്ളാം. പക്ഷെ മുനി ഇവിടെ എന്തിനാ വന്നിരുന്നത് തപസ് ചെയ്തത്? മുനി എന്തെങ്കിലും ആവശ്യത്തിന് മുനി പോയ വഴിക്ക് റെസ്റ്റ് ചെയ്തായിരിക്കും. ഈ ഇത്ര അങ്ങനെ ആവാനാണ് സാധ്യത. ശരി, ഇവിടെ അല്ലേ അല്ലേ? 3 അറകളത്. 1, 2, 3 അത് ഒറ്റ കല്ലിൻ്റെ ഇതാണ്. 3 അറകളാണ്. അത് കാലപ്പഴക്കം കൊണ്ട് ഒടിഞ്ഞു പോയി. അതുകൊണ്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കയറിയിരിക്കുന്നത് ഒടിഞ്ഞു പോയി. പിന്നെ ഈ ജംഗിൾ സവാരിയൊക്കെ വരുമ്പോൾ 60-70 പേരൊക്കെ എൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കും. പിന്നെ ഈ കാറ്റ് തീ കയറും. അങ്ങനെ കല്ലൊക്കെ വെന്ത് ഒരു 2500 വർഷത്തിന് മേലെ പഴക്കമുണ്ട് ഈ സംഭവത്തിൽ. പിന്നെ ഇന്നത്തെ ആദിവാസി വലിയ വേനൽക്കാലത്ത് പായസം വെക്കും മഴ പെയ്യും. എല്ലാ 1-ാം തീയതി വെള്ളം. അത് അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ മഴയ്ക്ക് സമയമൊന്നുമില്ല, എപ്പോഴും പെയ്യും. പക്ഷേ വലിയ നല്ല ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന സമയത്ത് പായ്ക്കും വെച്ചിട്ട് തോടിനപ്പുറം കയറുമ്പോഴത്തേക്കും മഴ പെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു ഐതിഹ്യം. അവിടെ ഈ ഉൾക്കാടുകളിൽ 4-5 വീടുകളായിട്ട് ഇരുന്ന അവരെയൊക്കെ കളക്ട് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുവന്നിരുന്നതാണ്. ഇവിടെയും രാത്രി ഇവിടെയും രാത്രി വരും. നമുക്ക് ഗസ്റ്റുകൾ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രി പോകാനായിരിക്കും. ഇന്ന് എനിക്ക് നൈറ്റ് ഓട്ടമുണ്ട്. നമുക്ക് സ്റ്റേകളിൽ ഗസ്റ്റുകളുണ്ട്. ഇപ്പം നിലവിൽ 4 സ്റ്റേയിൽ ഗസ്റ്റ് ഉണ്ട്. അവർക്കൊക്കെ ഒരാൾ രാത്രി പോകാനില്ല. ബാക്കിയൊക്കെ നാളെ ഓടിക്കും. ഒരു 300 വീടവിടെ കുന്നുനാക്കി. സർക്കാർ ഇപ്പോൾ പുതിയ വീടുകൾ കൊടുക്കുന്നുണ്ട്. പുതിയ വീടുകളല്ല. അല്ലല്ല, ഇവിടെ ഉണ്ട് 2. നിങ്ങൾ കയറി വന്ന് പാമലക്കണ്ടത്തേക്ക് വന്ന എൻട്രൻസ് ഇല്ലേ, അതും ഈ ആദിവാസി മേഖലയായിട്ട് വരും. അവിടെ ഉണ്ട് ഒരു 100ഓളം കുടുംബങ്ങളുണ്ട്. പിന്നെ സ്കൂളിൻ്റെ അവിടെ നിന്ന് നേരെ കിടക്കുന്ന വഴിയില്ലേ, അതും ഈ കുടിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പം കുടിയെന്ന് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വീടുകളൊക്കെയാണോ? ഇപ്പം സർക്കാർക്ക് വീടുകളായി. ട്രൈബൽസിൻ്റെ 2-3 വ്യക്തിയൊക്കെ വീടുകളൊക്കെ പോയി. ഒരു വീട് കാണാൻ പറ്റില്ല. വെച്ച വീട് എല്ലാ വീട്ടിലും വെച്ച് കെട്ടിയ ഒരു വീടുണ്ടാവും. അതെന്താ നമ്മുടെ ഈ സ്ത്രീകൾക്ക് പുറത്താവുന്ന സമയമുണ്ടല്ല,
ആ സമയത്ത് അവർ പുറത്ത് താമസിക്കാൻ പറ്റും, വീടിനുള്ളിൽ താമസിക്കാൻ പറ്റില്ല. പഴയ ഒരു ഇതാണ്, അത് ഭയങ്കര ചിട്ടയാണ്. നമ്മുടെ മൈൻഡിൽ കാട്ടിലാന്നുള്ള ഒരു ഇതല്ലേ. 1 കിലോമീറ്റർ അപ്പുറം അവരുടെ മുന്നിൽ 1 കിലോമീറ്റർ നമ്മൾ മാമർക്കണ്ട സ്കൂളില്ലേ, ആ സ്കൂൾ മുതൽ അങ്ങോട്ട് അവരാണ്. നമുക്ക് 1 കിലോമീറ്റർ വലിയ ദൂരമായിരിക്കും, അവര് കാട്ടിക്കൂടെ സ്ഥിരം പോകുന്നത്. അല്ലെ വിളക്ക് കത്തിക്കുന്നതിന്റെ വിശ്വാസം അവര് ഈ പണ്ട് പായസം വെച്ച് മഴ കഴിച്ചു എന്ന് പറഞ്ഞൊരു വിശ്വാസം ഉണ്ടല്ലോ, അതങ്ങനെ തുറന്നു നമ്മൾ പോണതിൻ്റെ ഒരു ഭാഗം. നിങ്ങൾ ഭയങ്കര നല്ല വ്യൂ ഒക്കെ കണ്ടാണ് സന്യസിച്ചത്. ആർക്കിടെക്ചർ വ്യൂവില് ദിസ് ഇസ് സംതിങ് അൺഎക്സ്പ്ലെയിനബിൾ. ഇത് ഇവരെ എങ്ങനെ കൊണ്ടുവച്ചു, ഇത്രയും വലിയൊരു സ്ട്രക്ചറൊക്കെ കൊണ്ടുവച്ചത് പറഞ്ഞു ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആണ്. ചേട്ടൻ പറഞ്ഞാൽ ഇതിൽ കീപ്പർ പവർ എത്തുണ്ടാവും ആ സമയത്ത്. ആദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായി ഇതിന് എന്താ ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റോൺ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാത്തതെന്നൊക്കെ. ഒറ്റക്കല്ല് പറയുന്നത് മോണോലിത്ത് എന്നാണ് പറയുന്നത്. അത് ഒറ്റക്കല്ലിൽ ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ ഇന്ത്യൻ ആർക്കിടെക്ചറിൽ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ തന്നെ മെയിനായിട്ട് ലേബർ, കാരണം ഈ കാണുന്ന ടെമ്പിളൊക്കെ പണിയുന്ന ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് അങ്ങനെയാണ് പണിയുന്നത്. 40 years കീസ് ഇറ്റ്സ് ഇറ്റ് ഓൾ ഹാൻഡ് ഗ്രൂപ്ഡ്. അപ്പോൾ നമ്മൾ ഒരു വീട് വയ്ക്കാനും നമ്മൾ അത്രയും നമ്മൾ ചവമഴായിരിക്കും സാധനം ഉണ്ടാവണേ. അപ്പം അത് അവൈലബിൾ മെറ്റീരിയൽസ് വരുന്നതനുസരിച്ച് മാറി മാറി മണ്ണായി, സ്റ്റോണായി, ബ്രിക്കായി, അങ്ങനെയാണ് തന്നെ വന്ന കഷ്ടം. അപ്പോൾ ഇവിടെ തീയിട്ട് വേറെ സ്ഥലത്ത് തീ കിടന്നു പോകും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ വേനൽക്കത്തെ മൊത്തം കരിയുമ്പോൾ നമ്മൾ തന്നെ അത് തീയിട്ട് റെഡിയാകും. മറ്റാരെങ്കിലും വീട് കുറ്റിയോ അല്ലെങ്കിൽ സേത്തിൻ്റെ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ തീ ഇങ്ങനെ പടർന്ന് കയറി പോകും മലയിൽ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഈ പ്രദേശം മാത്രം കരിച്ചു കളയും. കല്ലടി കല്ലടി വെള്ളച്ചാട്ടം കൂടെ നിന്നാൽ കാണാൻ നല്ല വലിയ വെള്ളച്ചാട്ടം. അത് ഈ നമ്മുടെ വെള്ളച്ചാട്ടം അതിൻ്റെ പുറകിലാണ് നമ്മൾ വെള്ളച്ചാട്ടം. ഇങ്ങനെ നേരെ കല്ലടി വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു 250 മീറ്റർ വണ്ടിയിൽ നിന്ന് നടക്കണം. വണ്ടിയിൽ നിന്ന് നടക്കുമ്പോൾ എല്ലാവരും ഞങ്ങൾ അങ്ങനെ കൊണ്ടാറില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുവില്ലേ, ഈ തോട്ടപ്പുഴു, അതിൻ്റെ ആലപ്പുഴി ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അവിടം വരെ വണ്ടി ചെല്ലും. ഒരു 200 മീറ്റർ നടക്കണം. പക്ഷെ നടന്ന് വന്നു കഴിഞ്ഞാൽ നടക്കാൻ താല്പര്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകും. അടിപൊളിയാണ്. അവിടെ ഈ അവിടെ വരെ ബൈക്ക് ചെല്ലോ നമുക്ക്. ബൈക്ക് എന്നാലും 200 മീറ്റർ അല്ല, ജീപ്പ് മാത്രം പോകുന്നല്ല, ബൈക്കും പോകുന്നത്. ഈ റബ്ബർ നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഹൗസ് ഉണ്ട്. ആ മരം ചെയ്യത്തില്ലേ, ആ മരം നിൽക്കുന്നിടത്ത് സ്റ്റേ ഉണ്ട്. ഒരു 10 പേർക്ക് താമസിക്കാൻ പറ്റും. We kept on moving, moving, moving. Showed no signs of slowing down. We kept on moving, moving, moving. Showed no signs of slowing down. Up, up we go. Up, 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 up we go. Up, up we go. Up, 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 up we go. Up, up we go. Up, 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 up we go. Up, up we go. Up, 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 up we go. ഈ ഉള്ളിക്കുഴി വെള്ളച്ചാട്ടം ഇത് റിവർ ക്രോസ് കിടക്കും. നമ്മളൊരു അടയാളം വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കല്ലിരിക്കണുണ്ടോ, ആ കല്ലിൻ്റെ ലെവലിൽ വെള്ളം വന്നാലും നമ്മൾ റിവർ ക്രോസ് ചെയ്യും. അച്ഛനെ വിളിച്ചാരെ Spending the night in passive pain, breathing a brotherhood, dreaming beyond the written lines, watching the shadow play. We woke up shining, 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 showed no signs of setting down. We woke up shining, 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 showed no signs of setting down. Up, up we go. Up, 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 up we go. Up, up we go. Up, 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 up we go. അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് എന്താ ഉരുളിക്കുഴി വാട്ടർഫോൾസ് ആണ്. ഉരുളിക്കുഴി വാട്ടർഫോൾ എന്താ ഇങ്ങനെ പേര് വന്നേന്നുള്ളത് നമ്മൾ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് അവിടെ സർക്കുലർ ഇതില് അവിടെ ഒരു കുഴിയുണ്ട്. ഇവിടെ കാണിച്ചതാ. അവിടെ കണ്ടോ,
അവിടെ വട്ടത്തിൽ ഇങ്ങനെ വെള്ളം കറങ്ങുക. അതാണ് കുഴി. ആ കുഴിക്കകത്തോടെ നമ്മൾ പിന്നെ നമ്മളെ കിട്ടത്തില്ല. അങ്ങനെ കുറെ പേരുടെ ബോഡിയൊക്കെ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മരിച്ചു പോകും ആ കുഴിയിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ അതുകൊണ്ടാണ് അതിന് ഈ പേര് വന്നേക്കുന്നത്, ഈ വാട്ടർഫോൾസിന് ഈ പേര് വന്നേക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഏരിയയിൽ ഒന്നും പോരുത്. എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നത് റിസ്കി ഫാക്ടറാണ്. ഇപ്പൊ വെള്ളം കുറഞ്ഞിരിക്കും, വെള്ളം കൂടി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കും പോവുകയും ചെയ്യരുത്. അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ സായുവിന്റെ കാലെ നോക്കിയപ്പോൾ ഒരാൾ ഇരിപ്പുണ്ട്. സായുവായിട്ട് അലിഞ്ഞു ചേർന്നു ആള്. സായുവിന്റെ കാലിൽ നമ്മൾ നോക്കിയപ്പോ ഒരു അട്ട. അത് കണ്ടപ്പോഴേ സായു പാനിക്കായി. ഇനി എങ്ങനെ അട്ടയെ കളയും, അത് ആർക്കും വേണ്ടാത്ത ചോര അങ്ങനെ പോവുകയാണ് ഗൈസ്. പക്ഷെ പിന്നെ ഇപ്പൊ നമ്മുടെ ലൈറ്ററൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്ററൊക്കെ വെച്ച് ചേട്ടൻ വന്നിട്ട് കത്തിച്ചു, അട്ടയെ ചവിട്ടി നമ്മൾ കൊന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ മാമലക്കണ്ടത്ത് വരുന്ന എല്ലാവരും വന്നിട്ട് ഈ ജീപ്പ് സഫാരി മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമ്മൾ ചേട്ടൻ ഇവിടുന്ന് ആ പുറകോട്ടെടുത്തിട്ട് ഒച്ച വരവ് വന്നിട്ട് പുറകെ ഞങ്ങൾ അവിയല് പോലെ കുഴഞ്ഞു പറയുന്നത്. ബട്ട് ഞാൻ പറയുന്നത് വണ്ടർലേ ഒന്നും പോകുന്നത് വെറും വേസ്റ്റ് ഓഫ് മണി. ഇങ്ങോട്ട് വന്നാൽ മതി. ജീപ്പ് സഫാരി ഒന്ന് പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ നമുക്ക്. ഇവിടുന്ന് നമ്മൾ ഇനി അടുത്തത് എങ്ങോട്ടാ പ്ലാൻ ചെയ്യുന്നതെന്ന് മുന്നേ നമുക്ക് തിരിച്ച് മറ്റേ സ്പോട്ട് എത്തണമല്ലോ. അപ്പൊ നമ്മൾ ഇറക്കത്തിലോട്ട് ഇറങ്ങി വന്നു. ഇനി നമ്മൾ തിരിച്ച് കയറ്റത്തിലോട്ട് കയറി പോവാണ്. ആ കയറ്റം എങ്ങനെയാന്ന് മിക്കവാറും ആദിത്യ ആയിരിക്കും ഫ്രണ്ടിൽ ഇരിക്കാൻ പോകുന്നത്. പുള്ളി കാണിച്ചു തരും. ആകാശമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എന്നാലും ഞാൻ പറയുക, കാണാൻ പറ്റുമായിരിക്കും. ഓവറോൾ ദിസ് ഇസ് ടു ഗുഡ്. ചേട്ടനും കൊള്ളാം. ചേട്ടൻ ഒരു വമ്പൻ ഒരു റൈഡറാ സത്യം പറയാൻ. അത് ഞങ്ങള് മൂന്നാർ മീശപ്പുലിമലയിൽ പോയില്ലേ, അന്ന് ഇവിടെ കടിച്ചായിരുന്നു. എന്റെ കയ്യിൽ ഇവിടെ അടിച്ചിട്ട് പോയി. പിന്നെ നിന്നില്ല ചോര. ഒരു ദിവസം എടുത്തു. അതൊരു പേപ്പർ പേപ്പർ ഒടിച്ചിട്ട് ഞാൻ പേപ്പർ ഇളക്കുമ്പോ ചോര എഴുതാന്നോ. അങ്ങനെ വെക്കരുത്. ആ പേപ്പർ ഉണങ്ങണം. ആണോ? ആ, അല്ലെങ്കിൽ ആ ചോര അങ്ങനെ ചോര പോണത് നല്ലതാ. അത് നല്ല രക്തമല്ല കുടിക്കണേ. അപ്പോ എന്തായാലും നല്ല റൈഡായിരുന്നു. എസ് ബി വർത്ത് എന്നാ എസ് ബി പറയുന്നത്. എല്ലാവരും ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. പേരെന്തായിരുന്നു? ബെന്നി. അപ്പോൾ എല്ലാവരും ബെന്നി ചേച്ചിനെ കോൺടാക്ട് ചെയ്യുക. കേട്ടൻ ഇവിടെ കാണും. അല്ല, അത് ഫ്രണ്ടിലത്തെ ആ ഒരു സ്റ്റേഷൻ അവിടെ ഉണ്ടാവും. അതായത് അവിടെ ബുക്കിംഗ് ഓഫീസ് ഉണ്ട്. അവിടെ വന്നിട്ട് ബെന്നി ചേട്ടൻ കൊടുത്തത്. എല്ലാവരും ബെന്നി ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ബെന്നി ചേട്ടൻ്റെ വണ്ടിയുടെ പേര് പുത്രൻ എന്നാണ്. എൻ്റെ വണ്ടിയുടെ പേര് പുത്രൻ. ബെന്നി ചേട്ടൻ അല്ലാതെ വേറെ ആരും ആ സ്പോട്ടിൽ നമ്മളിപ്പോ റിവേഴ്സ് എടുത്ത് ഭയങ്കര റൈഡർ ആയിരുന്നു. ഒരു ചേട്ടൻ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ബട്ട് ബെന്നി ചേട്ടനുണ്ടല്ലോ പക്ക ഓഫ് റോഡ് സെറ്റപ്പിൽ റിവേഴ്സ് ഒക്കെ കയറ്റി സീനായിരുന്നു. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യണത് ബെന്നി ചേട്ടൻ്റെ നമ്മളെല്ലാവരും അതെ ഓഫ് റോഡ് ആയിരിക്കും. കാരണം ബാക്കിയെല്ലാ വണ്ടികളൊക്കെ പയ്യൊക്കെ പോകണ്ടായിരുന്നു. ഒരൊറ്റ ജെറ്റ് പോണ പോലെ പോയത്. അതെ, വിത്തൗട്ട് എനി ഫിയർ. ബെന്നി ചേട്ടനൊരു ഫിയറും ഇല്ലായിരുന്നു. ബാക്കി ഇരിക്കുന്ന ഞങ്ങൾ മൂന്നുപേരും പേടിച്ച്. ബായ് ബെന്നി ചേട്ടാ, പാക്കലാം. ബെന്നി ചേട്ടൻ മാസ്. ഗൈസ്, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫുൾ എസ്കോർട്ടുമായി പോലീസ്. അക്ഷയ റേഞ്ചിന്റെ വേറെ ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുക. ഞങ്ങൾ സെലിബ്രിറ്റീസ് അല്ല. വി ആർ ജസ്റ്റ് ഹാവിങ് എസ്കോർട്ട് സീൻ എസ്കോർട്ട്. അത് യു ക്യാൻ സേ പോലീസ് ചേസ് ആണ്. ബട്ട് ഞങ്ങളാണ് പോലീസ് ചേസ് ചെയ്യും.
ഇതുവഴി പോകുമ്പോ ആനപ്പിണ്ടം ഒക്കെ കാണും. രാത്രിയാകുമ്പോ ആന ഇറങ്ങുന്നുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. പോലീസ് പോണു. അതാ നമ്മള് സ്കൂളിൽ Bye. പോലീസ് ജീപ്പ് എസ്കോർട്ട് എല്ലാം പോകും. പോവാ. മാമലക്കണ്ടത്തെ മെയിൻ സ്പോട്ടുകളിൽ നിന്നെല്ലാം മാറി ഞങ്ങൾ തിരിച്ച് നേര്യമംഗലം പോകുന്ന റൂട്ടിൽ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. ആക്ച്വലി വളരെ നല്ലൊരു സ്പോട്ടായി പോയി. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. പക്ക ക്ലിയർ വാട്ടറാണ്. പിന്നെ സേഫ് ആയിട്ട് പിള്ളേർക്ക് വരെ അടിപൊളിയായിട്ട് നല്ല സേഫ് ആയിട്ട് കുളിക്കാൻ പറ്റിയ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാരും അമ്മമാരും പ്ലസ് നമ്മുടെ SBയെ കാണുന്നില്ല. ഇവിടെ SBനെ കണ്ടുപിടിക്കണം. വരുന്ന വഴിക്ക് SB അറിയാനായിട്ടായിരുന്നു ഈ പാലത്തിന് പാസ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ ഇവിടെ കുറെ പേര് നിൽക്കുന്നതാണ്. അപ്പൊ അവര് നോക്കിയാണ് നമ്മൾ ഈ സ്പോട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മളാണെങ്കിൽ അവരോട്ട് നോക്കിയപ്പോഴത്തേക്കിട്ട് ബ്രിഡ്ജ് കണ്ടപ്പോ എത്തി പറഞ്ഞു, ബ്രിഡ്ജ് കൊള്ളാല്ലേ, സീനായിട്ടുണ്ട്, ഭയങ്കര എസ്തെറ്റിക്സ് എന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ എവിടെ പോയാലും ഇങ്ങനെ എസ്തെറ്റിക് ആണ്, മറ്റേതാ ആർട്ടിസ്റ്റിക് ആണ് സാധനങ്ങളൊക്കെ അത്. അപ്പൊ അവിടെ എന്തായിരിക്കും പിള്ളേര് മീൻ പിടിക്കാൻ നോക്കും, പക്ഷെ പറ്റുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ഒരാൾ വിദൂരതയിലേക്ക് നോക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്നത് ആരെയാണ്? SB. ഞാൻ പറഞ്ഞില്ലേ SBക്ക് ഇവിടുത്തെ ഈ പാലത്തിനെ അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ നല്ല രസമുണ്ട് ആ പാലം കാണാൻ. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് അതാണ് കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു പോക്കാ പോയത്. പിന്നെ നമ്മൾ കണ്ടില്ല. അതെ, വെള്ളത്തിൽ ഇരുന്നുള്ള വേറെ ഗുണം എന്ന് വെച്ചാൽ വാട്ടർ കളർ ചെയ്യുമ്പം അഴുകി കളയാൻ വേറെ ഞാൻ എന്താ ചെയ്യാൻ പോയിച്ചാൽ ഞാൻ SBയുടെ എടുത്തിട്ട് പോവാ. ഇവിടെ കുറെ മറ്റേ മീനുകളൊക്കെ അക്വേറിയത്തിൽ കാണുന്ന മീനെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ പിടിച്ചെടുത്താലോ? ഇല്ല, നെത്തോലിയൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ഞങ്ങളിത് അവിടെ വരെ പോയിട്ട് വന്നതേ ഉള്ളൂ. എന്താ ഇവിടെ പറഞ്ഞില്ലേ കാണട്ടെ. അത് SBക്ക് അറിയത്തില്ല. മൂവാറ്റുപുഴ പാലത്ത് ഇവർ പറയുന്നത് മൂവാറ്റുപുഴ പാലത്തിൽ കൂടെ 10-20 ആനയെ കൊണ്ട് നടത്തിച്ചാണ് അവര് അതിന്റെ ടെസ്റ്റിംഗ് ഫേസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതെന്ന്. അതെ, ഇത് അതുപോലെ തന്നെ SB ഒപ്പി എടുത്തിട്ടുണ്ട്. ഒപ്പി എടുക്കുക എന്നൊക്കെ പറഞ്ഞു. We woke up shining, 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 showed no signs of setting down. Up, up we go. Up, 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 up we go. Up, up we go. Up, 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 up we go. Up, up we go. Up, 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 up we go. SB ഇന്നത്തെ പ്രയാണം എങ്ങനെ ഉണ്ടാവും? ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതെ, അടിപൊളിയായിരുന്നു. അതെ, ജലത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ വെള്ളത്തിൽ ചാടാവുന്നതായിട്ടുള്ളൊരു അവസരം നമുക്ക് കിട്ടിയില്ല. കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ടാ ബാഗ് പാക്കിനൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ ചേഞ്ച് ചെയ്യാൻ സ്ഥലം ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മള് കാലൊക്കെ നനച്ചിട്ട് കാലൊക്കെ മനസ്സിൽ സെറ്റപ്പായിട്ട് നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ ചായയൊക്കെ അടിച്ചു, കടിയൊക്കെ കഴിച്ചു. നേരെ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അതിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ സ്റ്റേ ആക്കി. അതെ, നാളെ മോർണിംഗ് നമ്മൾ അടുത്ത കുറെ സ്ഥലങ്ങളൊക്കെ കാണും. നമ്മൾ ഗൂഗിളിൽ ഈ മാമലക്കണ്ടൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ കുറെ കാടും മേടും അല്ലാതെ അതൊന്നും അതേ കാണുള്ളൂ ഗൂഗിളിനകത്ത്. പക്ഷെ നിങ്ങൾ കണ്ടില്ലേ, there is so much more in മാമലക്കണ്ടം. അതെ, ഒരുപാട് സാധനങ്ങൾ കണ്ടു. നമ്മളിന്ന് മറ്റേ പുള്ളിച്ചേട്ടന്റെ പേര് ബെന്നിച്ചേട്ടനല്ലേ? ബെന്നിച്ചേട്ടൻ പറഞ്ഞതൊന്നും ഒന്നുമല്ല, 10-1 എനിക്ക് കണ്ടിട്ടുള്ളൂ മാമലക്കണ്ടത്തിന്റെ. ഇനി ഒരുപാട് സാധനം എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നൊക്കെ. അപ്പോ എന്തായാലും അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സമയമില്ല, പക്ഷെ പറ്റുന്നതെല്ലാം നമ്മൾ കവറപ്പ് ചെയ്യും. അപ്പൊ ഇന്ന് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഐ എൻജോയ്ഡ് സോ മച്ച്. നമ്മൾ മോർണിംഗ് ഒരു 6 to 7 ഒക്കെ ഇറങ്ങി. കക്കനാടേക്ക് ഈ മാമലക്കണ്ടത്തേക്ക് എത്ര ദൂരം ഉണ്ടായിട്ടാ? 25 എല്ലാം കാണുമോ? 17 ആണല്ലോ. 70 ഈ കിലോമീറ്റേഴ്സ് ആയിട്ടില്ല. ഞാൻ അവേഴ്സ് വെച്ച കാൽക്കുലേറ്റ് ചെയ്തേ. എനിക്ക് അറിയത്തില്ല.
80 കിലോമീറ്റേഴ്സ് തൊട്ട് 2.5 മണിക്കൂർ നമ്മൾ ഇരുന്ന് ഇവിടെ ട്രാവൽ ചെയ്തെങ്കിലും നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ഹെക്ടിക് ആയിട്ട് തോന്നില്ല. നമ്മള് വരുന്ന വഴിക്ക് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇംപ്രോംപ്റ്റ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് അതെ നല്ല സ്പോട്ടാകും. എന്തായാലും നമ്മൾ ഇവിടെ ഫ്രണ്ടിന്റെ വീടുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. സ്റ്റേ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ നോക്കിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നാളെ രാവിലെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഹോം സ്റ്റേസ് ഉണ്ട്. നമ്മൾ വാട്ടർഫോൾസിന്റെ അതെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളിപ്പോ ഏതായാലും ഇന്നത്തെ നമ്മളുടെ പ്രയാണം വൈൻഡപ്പ് ചെയ്യാൻ പോവാം. എന്തായാലും നമ്മൾ നാളെ വീണ്ടും കാണുന്നതായിരിക്കും. എന്താ കാക്കും ചേട്ടനോ സിമ്പിൾ ആയിട്ട് എനിക്കൊരു സിമ്പിളാണ്. കൊള്ളാം. ഗായ്സ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടമ്പുഴ പോകുന്ന അങ്ങോട്ട് തിരിക്കുമായിരുന്നു. അപ്പോൾ പ്ലാവന ഫെറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ ഇല്ല, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ആ ഒരു ഏരിയയിലോട്ട് പോകണമെങ്കിൽ ഇത് കടത്തല്ല, ഇത് കടത്തി വിടും. ജീപ്പ് സഫാരി പോകണമെങ്കിൽ അപ്പുറത്തെ ഇതിൽ പോയാലേ നിങ്ങൾക്ക് ജീപ്പ് സഫാരി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് 2 വള്ളത്തേൽ ആ ജീപ്പ് കയറ്റി ജീപ്പ് അപ്പുറത്തെ കടത്തി ചെന്നെത്തിച്ച് പിന്നെയാണ് നമ്മൾ ട്രാവൽ അങ്ങോട്ട് വേറെ ഏരിയ ആക്കി ആ സഫാരിക്കൊക്കെ പോകുന്നത്. പൂയംകുട്ടി പോകുന്ന വഴിക്കാണ് ഇതുള്ളത്. നിങ്ങൾക്കിപ്പോൾ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വരുന്ന വഴിക്ക് തന്നെയാണ്. ജസ്റ്റ് കാണാൻ പറ്റും. കുറെ ആൾക്കാരുണ്ടാവും. ഉണ്ടാവും ഇവിടെ കുറേ വണ്ടിയൊക്കെ ഉണ്ട്. എനിക്കത് ഒരുപാട് പേര് വന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് അക്കരെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ജീപ്പുണ്ട്. ജീപ്പിനകത്ത് കയറ്റി അക്കരെ കൊണ്ടു അവിടെ ചേട്ടൻ അവിടെ വരെ തഴഞ്ഞു വിട്ട് പിന്നെ ആ കയറുന്നത് പിടിച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത്. കാണാൻ ഭയങ്കര സിമ്പിളാണ്. അതെ, ഇല്ല നനകേട്ട പരിപാടി നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. അപ്പുറത്തെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പുറത്ത് ഇപ്പോൾ ഇച്ചിരി മുന്നേ പോയ ആൾക്കാർ അവിടെ പോയി അവിടെ ഒരു വെള്ളം ഇരിപ്പുണ്ട്. അവര് എഴുതാരെ പാടി ഇരിപ്പുണ്ട്. കൊള്ളാം. എന്തായാലും ഇവിടെ വരണം, നല്ല സ്പോട്ടാണ്. നമുക്ക് സമയം കളയാതെ അടുത്ത സ്ഥലം പിടിക്കാം. ഇല്ലേ സായോ? നമ്മുടെ സ്ഥലം ഏതായിരുന്നു എന്ന് ചിരിക്കാനെ ചിരിച്ചോണ്ട് നിൽക്കാനേ അത് അടുത്ത സ്ഥലം ഏതായിരുന്നു? സായിനോട് സായി മറന്നു പോയി. അടുത്ത സ്ഥലം ഏതാ? പൂയംകുട്ടിയിലേക്ക് പോകാം. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. Hey, hello, good morning everyone. So today is day 2 of നമ്മൾ കണ്ടം. നമ്മൾ എഴുന്നേറ്റപ്പോഴൊക്കെ ഇച്ചിരി ലേറ്റായി. നല്ല ടയർഡായിരുന്നു. യെസ്റ്റർഡേ ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ക്ഷീണിച്ചു. ബട്ട് സ്റ്റിൽ നമ്മൾ ഫുൾ പവറോടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ പോവാണ്. സോ നമ്മൾ പോകുന്ന സ്ഥലം പൂയംകുട്ടിയിലോട്ട് നമ്മളിപ്പോൾ പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചില്ലായിട്ടിരിക്കുവാണ് എല്ലാവരും. ഇപ്പോൾ സെറ്റായിട്ടിരിക്കുമോ? പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെയിലൊന്നുമില്ല. നമ്മൾ കാടിനുള്ളിലാണ്. റൈറ്റ്. ഭയങ്കര നല്ല വഴിയാണ്. പോകുന്ന വഴിയാണ് ഇത്രയും ഭംഗി. കുറച്ചുകൂടെ വെയിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ ബ്ലോയിങ് ഒക്കെ ആയിട്ട് അതെ നല്ല സീനൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. വെയിലും കാര്യങ്ങളൊന്നും വെയിലൊക്കെ ഉണ്ടായിരിക്കും, വെയിൽ കാണും. പക്ഷേ ഈ കാടായിരുന്നു നമുക്കൊന്നും തോന്നുന്നില്ല. അതെ, ഒരു തണുപ്പുണ്ട്, എന്നാൽ ഇച്ചിരി വെയിലുണ്ട്, ഒരു ചൂടുണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ കൂടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് താമസിക്കാതെ ജേർണി നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പൂയംകുട്ടി ചെന്നിട്ട് സൂൺ നിങ്ങളെ ഞാൻ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഫേമസ് ഒരു മരമാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു ഭംഗി കാണണം. എന്തോരം വലിയ മരമാണെന്ന് അറിയോ? ഒന്ന് ക്യാമറാമാൻ ഒന്നത് കാണിക്കുമോ?
ആ മരത്തിൻ്റെ വലിപ്പം, അതിൻ്റെ റൂട്ട്സൊക്കെ തന്നെ എത്ര എസ്തറ്റിക്കാ അല്ല SBI. നല്ല പരന്ന് താഴെ ഇങ്ങനെ പരന്ന് ഇരിക്കുക. ആ പരന്നിരിക്കും. ആദ്യം പറയുന്നത് അതിനൊരു ചെറിയ ഹിസ്റ്ററി ഉണ്ട്. ആദ്യമായിട്ടോ പണ്ട് ആനകളൊക്കെ വരുമ്പോൾ ഇതിനെ അടിക്കുവാണെങ്കിൽ ശബ്ദം ഇട്ടിട്ട് ആ വൈബ്രേഷൻ വെച്ച് ആന ഓടും എന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ അടിച്ച് കാണിച്ചു തരാം. ഇവിടെ ഫെൻസ്, ഇലക്ട്രിക് ഫെൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. കേക്കോ കേട്ടോ, ഇതിൻ്റെ ഹൈറ്റ് അത്യാവശ്യം ഉണ്ട്. ദൂരെ പോയി കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഈ ട്രീയുടെ ഹൈറ്റ് അറിയാൻ പറ്റും. പൂയംകുട്ടി പാലം. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. ഇവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥല. കുറച്ചുകൂടെ ഈ ക്ലൂ തരാനാണെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മളുടെ എല്ലാ സ്വന്തമായ ലാലേട്ടനാണ്. ലാലേട്ടൻ. പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ഒരു ആ സ്റ്റില്ല് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സായുവിന് കൃത്യമായിട്ട് അറിയാം. സായു ഇന്നലെ റിഹേഴ്സലായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് പൂയംകുട്ടി പാലം എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 2 ബോർഡ്സും ഉണ്ട്. ഒരു ബോർഡ് പോയി താഴെ കിടക്കുകയാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് പറയാം ഇവിടെ ഉള്ള ഒരു ബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആന, വന്യജീവികൾ റോഡ് മുറിച്ച് കടക്കാൻ സാധ്യതയുള്ളതിനാൽ വേഗത കുറച്ച് പോകണം എന്നാണ് പറയുന്നത്. പക്ഷെ അടുത്ത ബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഴയ്ക്ക് ആഴമുണ്ട്, അതുകൊണ്ട് ആരും പുഴയിൽ ഇറങ്ങാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് അടുത്ത ബോർഡ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. വരുന്ന വഴി മൊത്തം മറ്റേ എലിഫന്റ് ഫെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ നമുക്ക് അത്ര ആഴമുള്ളത് ഫീൽ ചെയ്യുന്നതേ ഇല്ല. മൊത്തം വലിയ ഇതില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് വേണേ അവിടെയൊക്കെ പോയി കാലൊക്കെ മറിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കുറെ പേര് ഇവിടെ ഇറങ്ങാറുണ്ടെന്നുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഇവിടെയാണ് ഒരു സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ പാലത്തിൽ വെച്ചാണുള്ളത്. ഏത് സിനിമയാന്ന് SB ഒന്ന് പറയാമോ? ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമയാണ് പുലിമുരുകൻ. പുലിമുരുകൻ ഷൂട്ട് ചെയ്ത ഈ പാലത്തിൽ വെച്ചാണ്. മൊത്തം എൻ്റെ ഷൂട്ടല്ല, ഒരു സീൻ ഈ പാലത്തിൽ വെച്ചുണ്ട്. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നുന്ന കാര്യം ഇവിടെ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് കുറെ ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റുമായിരുന്നു. ഗൈസ്, നമ്മൾ ഇപ്പൊ ഇവിടെ പുയംകുട്ടി എന്ന് പറഞ്ഞത് കുട്ടമ്പുഴ ടു പുയംകുട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുട്ടമ്പുഴ ടു പുയംകുട്ടിയിലോട്ട് വരാനായിട്ട് ഏകദേശം അറൌണ്ട് 7 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആനക്കയം പോകാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആനക്കയം ഇതുപോലെ തന്നെ ഒരു സ്ഥലമാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. എന്നാലും പോയി നോക്കാം. Up we go, ഇവിടെ ഒരു ബട്ടർഫ്ലൈ. up we go, up we go, ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഇരിപ്പുണ്ട്. ബട്ടർഫ്ലൈ up we go. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ആനക്കയത്തിലാണ്. ആനക്കയം ബീച്ചെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ബീച്ചൊന്നും കാണുന്നില്ല. ആസ് യൂഷ്വൽ നമ്മൾ ഇവിടെ ഇപ്പം കണ്ടില്ലേ പുയംകുട്ടി, അവിടെ കണ്ട പോലെ തന്നെ ഒരു പ്ലെയിൻ സ്ഥലം, എന്താ പറയുക, പുഴ പോലത്തെ ഒരു സ്ഥലമാണ് കണ്ടത്. നമ്മൾ വന്നു, വണ്ടി വെച്ചു. ഞാൻ നിന്നപ്പോൾ ഇവിടെ കുറേ തൊട്ടാവാട്ടി നിൽക്കുന്നുണ്ടേ, തൊട്ടാവാട്ടികൾ. ഓക്കെ, നമ്മളെന്താ ചെയ്യുക, തൊട്ടാവാടി തൊട്ടാൽ വാടും. പക്ഷെ ഇപ്പോഴത്തെ തൊട്ടാവാടിയൊക്കെ കുറേ സഫർ ചെയ്തുകൊണ്ടാവാം. ഇപ്പം തൊട്ട് കഴിഞ്ഞൊന്നും വാടത്തില്ല. കണ്ടോ, തൊടുമ്പോൾ വാടുന്നില്ല. ഞാൻ തൊട്ട് അവർ വാടുന്നില്ല. അപ്പം ഞാൻ 2 തൊട്ടിട്ടുണ്ട്, അടിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ വാടും. കാലത്തിൻ്റെ പോക്ക്. തൊട്ടാവാടി പഠിച്ചു. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അവിടെ കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. നമ്മൾ ഇതാ ആനക്കയം എത്തിയിരിക്കുന്നു. ആനക്കയം എന്ന് പറയുന്നത് ബീച്ചാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. വരുന്ന വഴി നമ്മൾ നടക്കുന്ന വഴി കുറേ കുരങ്ങന്മാരൊക്കെ അവിടെ ചാടി നടപ്പുണ്ട്. ഇവിടെ നടക്കുമ്പോൾ തറയിൽ മണ്ണാണ്. ഓക്കെ,
നമ്മൾ സാധാരണ പോയ സ്ഥലത്തെ പോലെയല്ല, മണ്ണല്ല മണൽ കൈൻഡ് ഓഫ് ആണ്. അപ്പോൾ ആദ്യത്തെ പറഞ്ഞു മണൽ കണ്ടില്ലേ, അപ്പോൾ ഇത് ബീച്ചാണ്. ഇതിലൊക്കെ എന്ത് ആൻസർ പറയണം എനിക്കറിയില്ല. ഞാൻ ഓക്കെ ശരി ബൈ എന്നിട്ട് മാറിയിരുന്നു. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഇറങ്ങി കുളിക്കാനോ ഒന്നും പറ്റില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിന് പോലും നീന്തൽ അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തതിന് നമ്മൾ കാണില്ല. അതുകൊണ്ട് നമ്മളായിട്ട് വെറുതെ എന്തിനാ നിങ്ങൾക്ക് വിഷമമല്ലോ വെച്ച് നമ്മൾ ഇറങ്ങുന്നില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ ഇറങ്ങി കുളിക്കാം. ആഴമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആഴമുള്ള സ്ഥലമാണ്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അവിടെ വഞ്ചിയൊക്കെ കിടപ്പുണ്ട്. അപ്പം ബോട്ടിങ് ചെയ്യാം. 2 കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും അങ്ങനെ ഇല്ല. ലൈക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നുണ്ട്. അത് ഇവിടെ ആരും ഇല്ല. SB ഹാസ് യൂഷ്വൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് എന്താ പരിപാടി മരിച്ചോണ്ടിരിക്കുന്നത്. SBയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ടാലൻ്റ്, ഓവർ ടാലൻ്റ്. അതുപോലെ സായുവിൻ്റെ ടാലൻ്റാണ് അത്. സോ ആക്യുറേറ്റ്. പക്ഷെ ഇതെന്താ ഉദ്ദേശിച്ചത് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പം നമ്മളൊരു റീൽ എടുത്തില്ലേ ഇങ്ങനെ ലവരെയൊക്കെ കളിയാക്കി ആരോ ചെയ്തതോ, അതുപോലെ തന്നെ സായു എന്നെ വരയ്ക്കാൻ നോക്കിയതോ. എനിക്ക് മൂക്കുത്തി ചിലപ്പോഴേ മനസ്സിലായി ഞാനന്ന്. ബാക്കിയുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മറുക് വെച്ചിട്ടുണ്ട്. ആനക്കയം ആണ് നമ്മുടെ ഫൈനൽ സ്പോട്ട്. മാമലക്കണ്ടത്ത് എന്ന് പറഞ്ഞാൽ മാമലക്കണ്ടം ഫുൾ നമ്മൾ കവർ ചെയ്തെന്നല്ല, ബിക്കോസ് കുറേയൊക്കെ കൺസ്ട്രൻസ് നമുക്കുണ്ടല്ലോ. ബട്ട് സ്റ്റിൽ നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കവർ ചെയ്തു. നിങ്ങൾക്കൊരു വീക്കെൻഡ് ട്രിപ്പ് വരാൻ പറ്റിയ സ്ഥലമാണ് മാമലക്കണ്ടം. ഞാനത് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. ഈ ചൂടാണെങ്കിലും മഴയത്ത് എനിക്കറിയില്ല. മഴയത്ത് വേറൊരു എക്സ്പീരിയൻസ്, ചൂടത്ത് വേറെ എക്സ്പീരിയൻസ്. ചൂടത്ത് നിങ്ങൾക്ക് കുറേ തണൽ, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ഈ സ്പോട്ടിൽ. സോ ഇന്നലെ നമ്മൾ മോർണിംഗ് ഒരു 6 to 7 ആയപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഫ്രം കാക്കനാട്. അപ്പം കാക്കനാട് നിന്ന് നമ്മൾ നേരെ കുട്ടമ്പുഴ വഴിയാണ് നമ്മൾ വന്നത്. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് വരാൻ തന്നെ. കാക്കനാട് ടു കുട്ടമ്പുഴ നമ്മൾ വന്നു. അറൗണ്ട് 50 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ കാക്കനാട് ടു കുട്ടമ്പുഴ എത്തിയത്. ആ വഴിക്കാണ് നമ്മൾ മറ്റേ ഫസ്റ്റ് വാട്ടർഫോളൊക്കെ പോയി കണ്ടതും കുറേ ഫോട്ടോസൊക്കെ എടുത്തത്. അവിടെ ആ ഒരു തട്ടേക്കാട് ആ ഏരിയ അവിടെയാണ്. അവിടുന്ന് നമ്മൾ കുട്ടമ്പുഴ ടു മാമലക്കണ്ടം പോയി. മാമലക്കണ്ടം പോയി ഒരു 13 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു കുട്ടമ്പുഴ ടു മാമലക്കണ്ടം. സ്റ്റിൽ അവിടെ ആണെങ്കിലും നോക്കുവാണെങ്കിൽ നമ്മൾ അവിടുത്തെ സ്കൂളിൽ പോയെങ്കിലും നമുക്ക് സ്കൂള് അകത്ത് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് അവിടെ എന്തോ ഒരു ഈവൻ്റ് ഉണ്ട്. ഓൾസോ അതൊരു ഗവൺമെൻറ് ഓതറൈസ്ഡ് സ്ഥലമായതുകൊണ്ട് നമുക്ക് പെർമിഷൻ ഇല്ല. ഈവൻ്റോ അവിടെ ഇവൻ്റ് ഇല്ലെങ്കിലും അവിടെ കയറാൻ പെർമിഷൻ ഇല്ലെന്നാണ് അവിടുത്തെ അധികൃതർ പറഞ്ഞത്. എന്നാലും നമ്മൾ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ജീപ്പ് സഫാരി പോയത്. നമ്മൾ ഉരുളിക്കുഴി വാട്ടർഫോൾ പോയി, മുനിപ്പാറ പോയി. അതൊക്കെ ഈ പറയുന്ന സ്പോട്ടുകളൊക്കെ മാമലക്കണ്ടം 1 കിലോമീറ്റേഴ്സ് അകത്ത് തന്നെയാണ് ഈ പറയുന്ന സ്പോട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന മാമലക്കണ്ടം നേരിമംഗലം വഴി നമ്മൾ തിരിച്ച് കുട്ടമ്പുഴ എത്തി. ആൻഡ് നേരിമംഗലം വഴി വന്നത് എന്താണെന്ന് വെച്ചാൽ പോയ വഴി തിരിച്ച് വരികയാണെങ്കിൽ പോയ വഴി നിങ്ങൾ കണ്ടതാണല്ലോ, കുറച്ചൊക്കെ റഫ് റോഡാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നേരിമംഗലം വഴി പോകുന്നതായിരിക്കും. നല്ല ചുറ്റുണ്ട്, സ്റ്റിൽ നല്ല ചുറ്റുണ്ടെങ്കിലും റോഡ് നല്ല റോഡായിരുന്നു. നമ്മൾ കുറേ വ്യൂസ് കണ്ടില്ലേ. അതായത് ലാസ്റ്റ് ഫിഷ് പാ കിട്ടിയ സ്പോട്ടൊക്കെ നമ്മുടെ എസ് ബിക്ക് ഇഷ്ടപ്പെട്ട പാലമൊക്കെ ഉള്ള ഏരിയ. ആ ഏരിയയൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിമംഗലം വഴി വരിക. അപ്പോൾ ഈ നേരിമംഗലം ടു കുട്ടമ്പുഴ എന്ന് പറയുന്നത് എറൗണ്ട് ഒരു 15 കിലോമീറ്റേഴ്സൊക്കെ തന്നെ കാണും. ഓക്കെ, നിങ്ങൾ ആ വഴി വരിക. അപ്പം എപ്പോഴും നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ റൂട്ട് മാപ്പ് ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് നമ്മൾ പോയാണ്ട് പറയുവാണ്. അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴും അവർ ഇത് തന്നെയായിരിക്കും ബെറ്റർ സ്പോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനൊരു റൂട്ട് മാപ്പ് ഫോളോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ അതൊക്കെയായിരുന്നു ഇന്നലെ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ. ആൻഡ് പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ പറയുന്ന 2 സ്പോട്ട് പോയി. അതും പീസ്ഫുൾ ഏരിയ ആയിരുന്നു. ഓക്കെ, അത് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്നത് ആനക്കയം അല്ലേ. നമ്മൾ നേരെ പോയത് നമ്മൾ പോയ പാലത്തിൻ്റെ പേരെന്തായിരുന്നു? പൂയംകുട്ടി പാലം. പൂയംകുട്ടി അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഏറൗണ്ട് 1 കിലോമീറ്റർ ഒക്കെ അല്ലേ ആദ്യത്തെയുള്ളൂ. കുട്ടമ്പുഴയിൽ 1 കിലോമീറ്റർ ഉള്ളൂ. വലിയ ദൂരമൊന്നുമില്ല. വന്ന് കാണാം, വന്നിരിക്കാം, സംസാരിക്കാം, പോകാം, ചിൽ ചെയ്യാം. ആൻഡ് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ സൺബാത്തിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ടൈം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ലെറ്റ്സ് ട്രാവൽ ടു മാമലക്കണ്ടം. ഇവിടെ കഴിഞ്ഞു. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് ആസ് വെൽ. എനിക്കിതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾസോ ഇറ്റ്സ് ഫുൾ ഫണ്ണായിരുന്നു.
സൂൺ ഇതുപോലത്തെ കൂൾ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ആൻഡിൽ ദൻ ഞാൻ അക്ഷയ, എൻ്റെ കൂടെ FB, ആദിത്യ ആൻഡ് സായു സൈനിങ് ഓഫ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. സോ ടാറ്റാ, ബൈ ബൈ, ബൈ ബൈ. Let's go paint a dream. Let's go together above the fallen trees, beyond the clouded view. We went on marching, 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 showed no signs of breaking down. We went on marching, 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 showed no signs of breaking down. Up, up we go. Up, 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 up we go. Up, up we go. Up, 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 up we go. Up, up we go.